പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ശുശ്രൂഷയുടെ ദൈവീകതയെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വീഡിയോയിൽ കൂടി ചിന്തിക്കാൻ പോകുന്നത്. ആത്മീക ശുശ്രൂഷ ദൈവീകത നിറഞ്ഞതാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ശുശ്രൂഷ ഒരു ക്വാളിറ്റി ഇല്ലാത്ത നിലയിൽ പോകരുത്. പല ശുശ്രൂഷകളും ഞാൻ കാണുമ്പോൾ വല്ലാത്ത ഒരു വേദനയുണ്ടാക്കുന്ന അനുഭവം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശുശ്രൂഷ എന്നുള്ളത് ദൈവം മനുഷ്യരെ ഏൽപ്പിച്ചതാണ്. അതിലൊരു ദൈവീകതയുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സുവിശേഷം ഒരു മാനുഷികമല്ല. അതിൻ്റെ അർത്ഥം സുവിശേഷിക്കണം എന്നുള്ളത് അതൊരു ദൈവീകതയുള്ളതാണ്. അതിൻ്റെ താഴെ 12-ാം വാക്യത്തിൽ പറയുന്നത്, അത് ഒരു മനുഷ്യനിൽ നിന്ന് ഞാൻ പ്രാപിച്ചതുമല്ല, മനുഷ്യനിൽ നിന്നും പഠിച്ചതുമല്ല, ക്രിസ്തു യേശു എനിക്കതിനെ വെളിപ്പെടുത്തി എന്നാണ്. ക്രിസ്തുവിൽ നിന്നും പ്രാപിച്ചു എന്നാണ് പല സ്ഥലങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നതും എന്തെന്നാൽ, ശുശ്രൂഷ ദൈവീകത ഉള്ളതാണ്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വേണം അത് ചെയ്യുവാൻ. ഇപ്പം എല്ലാവരും അതൊരു തമാശ പോലെ, ഒരു കളി നിലയിൽ പോകുന്നത് ശ്രദ്ധിക്കണം. തെറ്റായ ശുശ്രൂഷകൾ ദൈവീകത ഇല്ലാതെ മാനുഷികമായ നിലയിൽ ചെയ്യുമ്പോൾ അതിനെ കൊണ്ട് വലിയ ദോഷം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ശുശ്രൂഷ ചെയ്യുന്നവർ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കി ആ ദൈവീകതയോട്, ദൈവഭയത്തോടെ, ദൈവഹിതപ്രകാരം ശുശ്രൂഷകൾ ചെയ്യണം. എന്തും പറയും, ഞാൻ എങ്ങനെയും ചെയ്യുന്നുള്ളത് ബിബിലിക്കലല്ല. അങ്ങനെ ഈ ശുശ്രൂഷകൾ തെറ്റായി വർദ്ധിച്ചു വരുന്നത് കണ്ട് എനിക്ക് വേദന ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ അതിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ആക്കി വച്ചു. അവൻ ചിലരെ ആക്കി വച്ചു. ഈ ശുശ്രൂഷയ്ക്ക് ദൈവമാണ് ഒരു മനുഷ്യനെ ആക്കി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് 2 പത്രോസ് 1:10 സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ദൈവം എന്നെ വിളിച്ചത് എന്തിനാണെന്നൊരു നല്ല ബോധത്തോട് വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ശുശ്രൂഷ തെറ്റിപ്പോകരുത്. അത് ദൈവഹിതപ്രകാരം മാത്രമേ ചെയ്യാവൂ. വിളി ഇല്ലാത്ത സ്ഥാനത്ത് കയറി നിന്ന് ചെയ്യരുത്. നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്തെന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവരല്ലാതെ ആരും സ്വതവേ ഈ സ്ഥാനം എടുക്കത്തില്ല. ശുശ്രൂഷയിൽ ആകുവാൻ ദൈവത്തിൻ്റെ ഒരു വിളി, അഹരോനെ പോലെ വിളിച്ച് വേർതിരിക്കുക, ശുശ്രൂഷയ്ക്ക് ആകുക. അതുപോലെ 2 കൊരിന്ത്യർ 3:5 ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം. ഞങ്ങളുടെ യോഗ്യത എന്നുള്ളത്, ഈ വേലയ്ക്ക് ഞങ്ങളുടെ യോഗ്യത എന്നുള്ളത് ദൈവത്തിൻ്റെ
ദാനമാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്നവർ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ആ ശുശ്രൂഷ വിളിയുണ്ടെങ്കിൽ ആ ദൈവികതയോടെ ചെയ്യണം. ഈ ചിലരുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ലോക മനുഷ്യരെ പോലുള്ള സംസാരവും വളരെ ലോ ക്വാളിറ്റിയിൽ ആ ശുശ്രൂഷകൾ ചെയ്യുന്നത് കാണുവാൻ കഴിയും. ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകമായ മഹത്വമുണ്ട്. ആ മഹത്വത്തോടെ അത് ചെയ്താൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും, ജനത്തിന് വിടുതലായിരിക്കും, ദൈവത്തിന് നാമമഹത്വവുമായിരിക്കും. ചില ശുശ്രൂഷ ഞാൻ കണ്ടപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് സിനിമാ പാട്ടുകളൊക്കെ പാടി അതിൻ്റെ വരികളൊക്കെ അങ്ങനെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. ഡാൻസ്, വിസിലടിക്കുക, ആ നൃത്തമൊക്കെ ജഡീകമാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ജഡീകമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ശുശ്രൂഷ അനുഭവിക്കുന്നവർ ജഡീകരായിത്തീരും, ലോക മനുഷ്യരെ പോലെ ആയിരിക്കും. അതൊരു കർത്താവിൽ നിന്നുള്ള ശുശ്രൂഷ അല്ല എന്നുള്ളത് ഓർക്കുക. ബൈബിൾ വച്ചിരിക്കുന്നത് കൊണ്ടോ പാടുന്നത് കൊണ്ടോ എന്തോ മെസ്സേജ് കൊടുക്കുന്നത് കൊണ്ടോ ഇവരെന്തൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടോ അതിൽ വലിയ ദൈവീകത ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ആമേൻ, ഗലാത്യ 1:11-12 ഞാൻ ആ സുവിശേഷം എന്നുള്ളത് മാനുഷികമല്ല, അത് കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിക്കുകയും മനുഷ്യനിൽ നിന്നല്ല ഞാൻ പ്രാപിച്ചത് എന്ന് അത് വ്യക്തമായിട്ട് ആ പൗലോസ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാനുഷികമായ നിലയിലുള്ള ശുശ്രൂഷകൾ വേണ്ട, ദൈവികമായ നിലയിൽ തന്നെ അത് ചെയ്യുക. ശുശ്രൂഷ ചെയ്യുന്നവർ, ശുശ്രൂഷ അനുഭവിക്കുന്നവരും അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയണം. ഒരുപാട് ആൾ കൂടുന്നത് കൊണ്ട് അതൊരു ദൈവിക ശുശ്രൂഷ എന്നല്ല. ആരെയും കുറ്റം പറയാനല്ല, നമുക്ക് തെറ്റിപ്പോകാനിടയാകരുത്. ശുശ്രൂഷയുടെ ദൈവികത മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 1-11-12 വാക്യം, എഫേസ്യർക്ക് ലേഖനം 4:11, എബ്രായ ലേഖനം 5:4, 2 കൊരിന്ത്യർ 3:5. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഓരോ ശുശ്രൂഷയ്ക്കും ദൈവീകതയുണ്ട്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന പ്രകാരം, പകർന്നു തന്ന പ്രകാരം തന്നെ ചെയ്യുക. നല്ല ശുശ്രൂഷ ജനത്തിന് നൽകുവാനിടയാകട്ടെ. ജനത്തിന് അത് വളരെ പ്രയോജനമായിരിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.